SY ഇലക്ട്രിക്കൽ 2019 സിഗ്നൽസിൻ്റെ മൊഡ്യൂൾ 4 തിയറിയാണ്. നമുക്കിതിൽ പഠിക്കേണ്ടത് സാമ്പിളിംഗ് എന്നൊരു പ്രൊസീജിയറാണ്. സാമ്പിളിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സിഗ്നലിനെ നമ്മൾ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റാനാണ്. നമ്മൾ സിഗ്നലിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് സിഗ്നൽ ഡിസ്ക്രീറ്റ് സിഗ്നലാക്കി മാറ്റണം. നമുക്ക് ഒരു കണ്ടിന്യൂസ് സിഗ്നൽ XOFT എടുത്തു, ഡിസ്ക്രീറ്റ് സിഗ്നൽ എടുത്തു. കണ്ടിന്യൂസിന് നമ്മൾ ഡിസ്ക്രീറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ കണ്ടിന്യൂസ് ഡിസ്ക്രീറ്റ് ആയി മാറും. അതാണ് സാമ്പിളിംഗ് തിയറം. നമ്മൾ ഇൻപുട്ടിൽ ലോ പാസ് സിഗ്നൽ വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ സാമ്പിളിംഗ് തിയറം ഫോർ ലോ പാസ് സിഗ്നൽ ഇട്ടേക്കണേ. അപ്പോൾ നമുക്ക് രണ്ട് ഫ്രീക്വൻസീസ് ആണുള്ളത്. FS അത് സാമ്പിളിംഗ് ഫ്രീക്വൻസി, FM നമ്മുടെ മെസ്സേജ് ഫ്രീക്വൻസി. നമ്മുടെ ഔട്ട്പുട്ട് GOFT ആണ്. GOFT എന്ന് പറഞ്ഞാൽ XOFT × ΔOFT. നമ്മൾ അതിൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ΔOFTയുടെ എടുത്തു. അതുപോലെ GOFT എന്ന് പറഞ്ഞാൽ XOFT × DOFT. അപ്പോൾ എല്ലാത്തിനും ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എടുക്കും. അപ്പോൾ നമുക്ക് എക്സ്പാൻഷൻ എടുക്കുമ്പോൾ വേണ്ട എല്ലാത്തിനും രണ്ട് സൈഡ് കിട്ടും. പോസിറ്റീവ് സൈഡും കിട്ടും, നെഗറ്റീവ് സൈഡും കിട്ടും. അപ്പോൾ നമുക്ക് 3 ടൈപ്പിലാണ് വരിക. ഒന്ന് FS > 2FM വരും, പിന്നെ FS = 2FM വരും, പിന്നെ FS < 2FM വരും. അല്ല, FS > 2FM വരുമ്പോൾ സാമ്പിൾസ് ഇങ്ങനെ അകന്നകന്നായിരിക്കും നിൽക്കുക. ഈക്വൽ ടു ആകുമ്പോൾ അതിന് ടച്ച് ചെയ്ത് വെക്കും. ഓവർലാപ്ഡ് ആകുമ്പോൾ ആകുമ്പോൾ അത് ഓവർലാപ്ഡ് ആകും. ഈ ഓവർലാപ്പ് ആക്കുന്ന പ്രൊസീജിയർ നമ്മൾ ഏലിയാസിംഗ് എന്ന് വിളിക്കാം. പിന്നെ 1/2FM, അതായത് FS = 2FM, അതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ കിട്ടുന്നതാണ് നൈക്വിസ്റ്റ് ഇൻ്റർവൽ എന്ന് വിളിക്കാം. നമ്മൾ ഇൻപുട്ടിൽ ലോ പാസിങ്ങിൽ വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് സാമ്പിളിംഗ് തിയറം ഫോർ ലോ പാസിങ്ങിൽ. സെയിം പ്രൊസീജിയർ നമ്മൾ ബാൻഡ് പാസ് വെച്ച് ചെയ്താൽ സാമ്പിളിംഗ് തിയറം ഫോർ ബാൻഡ് പാസിങ്ങിൽ ആയിരിക്കും. പിന്നുള്ളത് ഏലിയാസിംഗ് ആണ്. ഏലിയാസിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ FS < 2FM വരുമ്പോഴാണ് ഏലിയാസിംഗ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ സിഗ്നൽസ് നമ്മൾ ഇൻപുട്ടിൽ വരുമ്പോഴാണ് ഈ ഓവർലാപ്പിംഗ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി തുടക്കത്തിലൊരു ബാൻഡ് ലിമിറ്റഡ് ലോ പാസ് ഫിൽറ്റർ വെച്ച് കൊടുക്കുക. അപ്പോൾ ചെറിയ സിഗ്നൽസ് ഇയാൾ അതിനകത്തേക്ക് കടത്തി വിടില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഏലിയാസിങ്ങിനെ ഒഴിവാക്കാൻ പറ്റും. റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മൾ ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ട് കണ്ടുപിടിക്കുന്നതാണ് റീകൺസ്ട്രക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ XOFT നമ്മൾ ഫോമിൽ എഴുതിയിട്ടുണ്ട്. നമ്മളതിൻ്റെ E2 ഉണ്ട്, ക്ലബ് ചെയ്ത് ഒരു E2 ആക്കി. അതിന് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു F വെച്ചൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു സൈൻ തീറ്റ കിട്ടും. കുറേ സൈൻ തീറ്റ കിട്ടും. ഈ സൈൻ തീറ്റ ആയിട്ടൊരു എൻവലപ്പിനെയാണ് നമ്മൾ സൈൻസ് അഥവാ സിങ്ക് ഫംഗ്ഷൻ വിളിക്കുക. നമ്മൾ ഓൾറെഡി പ്രോബ്ലത്തിൽ കണ്ടതാണ്. പിന്നുള്ളത് ഹോൾ സർക്യൂട്ടാണ്. നമ്മൾ സാമ്പിളിംഗ് യൂസ് ചെയ്യുന്ന കണ്ടിന്യൂസിനെ ഡിസ്ക്രീറ്റ് ആക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ ഈ ഡിസ്ക്രീറ്റ് ഏത് ഇൻസ്റ്റൻറ്റിലാണ് വന്നേ നമുക്ക് മോണിറ്റർ ചെയ്തിരിക്കാൻ പാടായിരിക്കും. അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ മൊത്തത്തിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഏത് ഇൻസ്റ്റൻറ്റിലും നമുക്ക് ആ ഡിസ്ക്രീറ്റ് സിഗ്നൽ ഔട്ട്പുട്ടിൽ വന്നാൽ നമുക്ക് അതിൽ നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതിനാണ് ഹോൾ സർക്യൂട്ട് എന്ന് വിളിക്കാം. പിന്നെ നമുക്കുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ഇസഡ് ട്രാൻസ്ഫോം ആണ്. നമ്മൾ ഓൾറെഡി പ്രോബ്ലത്തിലെല്ലാം ചെയ്തതാണ്. ഇവിടെയും നമുക്ക് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്താണ് അതിൻ്റെ പ്രൂഫായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. പിന്നെയുള്ള പ്രോപ്പർട്ടീസ് ഓഫ് ROC ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യണം. ഇതിലൊരു 3-4 പോയിന്റ്സ് പഠിച്ചു വയ്ക്കാം. ഇനീഷ്യൽ വാല്യൂ, ഫൈനൽ വാല്യൂ തിയറി ഇസഡ് ട്രാൻസ്ഫോമിനുള്ളതാണ്. ഒന്നുമില്ല, നമ്മുടെ XOFN നിങ്ങൾ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. സെയിം സാധനത്തിന് ട്രാൻസ്ഫോം എടുത്തിട്ട് അവിടെ ഇസഡിന് ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടും ഈക്വൽ ആയിട്ട് വന്നതിനാണ് ഇനീഷ്യൽ വാല്യൂ തിയറി എന്ന് വിളിക്കുക. ഫൈനൽ വാല്യൂ ആകുമ്പോൾ XOFN നിങ്ങൾ എന്നിന് ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുന്ന ആൻസറും XOF Z -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് Z 1 ഇട്ട് കൊടുക്കുക. ഇതും ഈക്വൽ ആയിരിക്കണം. അതിനാണ് ഇനീഷ്യൽ വാല്യൂ ആൻഡ് ഫൈനൽ വാല്യൂ തിയറി എന്ന് വയ്ക്കാം. ചിലപ്പോൾ അത് പ്രോബ്ലമായിട്ട് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് നമ്മളൊരു പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ.